ഞാൻ ആദ്യം ലിജീഷിലേക്ക് വരാം. ലിജീഷ്, ഈ വിഷയം ഒരു പരിധിക്കപ്പുറത്തേക്ക് നിങ്ങൾ ആളിക്കത്തിക്കാൻ ശ്രമിക്കുകയാണോ? കാരണം ഒരു വർഗീയ പ്രചരണവുമായി ബന്ധപ്പെട്ട് അത് വിശദീകരിക്കാൻ വേണ്ടി നടത്തിയ ഒരു യോഗത്തിൽ ഒരു നേതാവ് സംസാരിച്ചു. ആ നേതാവിൻ്റെ ഭാഗത്തു നിന്നും വന്ന സംഭാഷണത്തെ UDF-ലെ ഒരു നേതാവും അംഗീകരിച്ചിട്ടില്ല. ആരുടെ ഭാഗത്തു നിന്നും ഉണ്ടാവാൻ പാടില്ലാത്തത് അനുചിതം എന്നാണ് ഷാഫി പറമ്പിൽ പറയുന്നത്. പൂർണ്ണമായും കെ രമയും തള്ളി പറയുന്നു. ആ പാർട്ടി 24 മണിക്കൂറിനുള്ളിൽ ആ മുന്നണിയിലെ എല്ലാ പ്രധാനപ്പെട്ട നേതാക്കളും ഈ ഹരിഹരനെ തള്ളിപ്പറഞ്ഞിരിക്കുകയാണ്. ഇനി അതിൻ്റെ മേലൊരു ചർച്ച എന്തെങ്കിലും സാധ്യത കാണുന്നുണ്ടോ ലിജീഷ്? അല്ല, ഇതിനകത്ത് RMPIയുടെ പ്രതിനിധിയായാലും അതുമായി ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാരും ചർച്ചയിൽ പങ്കെടുക്കില്ല എന്നറിയിച്ചു എന്നാണ് ഡോക്ടർ അരുൺകുമാർ പറഞ്ഞത്. അതായത് അവർക്ക് ബോധ്യമായതുകൊണ്ട് മാത്രമല്ലത്, അവർക്ക് ജനങ്ങളുടെ മുമ്പിൽ വന്ന് ഇനിയൊന്നും പറയാനില്ല എന്നുള്ളത് കൊണ്ടാണ് അവരുടെ പ്രതിനിധികളൊന്നും ഈ ചർച്ചയിൽ പങ്കെടുക്കാതെ നിൽക്കുന്നത്. ഇതിനകത്ത് നമ്മൾ കാണേണ്ട ഒരു രസകരമായൊരു കാര്യം, ഇപ്പോൾ ഇന്നലെ വടകരയിൽ നടത്തിയ പരിപാടി എന്തിനാണെന്നുള്ളതാണല്ലേ നമ്മൾ ആദ്യം നോക്കേണ്ടത്. അതിനകത്ത് ഏറ്റവും ആദ്യം നമ്മൾ കാണേണ്ട അവരുടെ മുദ്രാവാക്യമാണ്. ഇന്നലെ അവർ പറഞ്ഞത് വടകരയിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അവിടെ CPM കള്ളപ്രചരണങ്ങൾ നടത്തി, വർഗീയ പ്രചരണങ്ങൾ നടത്തി, CPM സ്ഥാനാർത്ഥിക്കെതിരെയുള്ള എല്ലാം കാര്യങ്ങളും തെറ്റായിട്ടാണ് പ്രചരിപ്പിച്ചത് എന്ന് പറഞ്ഞുകൊണ്ട് യഥാർത്ഥ വസ്തുതകൾ കാണിക്കാൻ വേണ്ടിയാണ് അവർ ഇന്നലെ അവിടെ പരിപാടി സംഘടിപ്പിച്ചത്. ആ പരിപാടി സംഘടിപ്പിച്ച് ഇപ്പോൾ RMPIയുടെ സമുന്നതനായ നേതാവ് പരാമർശിച്ച വീഡിയോ ഡോക്ടർ അരുൺകുമാർ കാണിച്ചല്ലോ. എന്തുമാത്രം സ്ത്രീവിരുദ്ധമായ പരാമർശമാണ് അവിടെ നടത്തിയത്. ലോകം ആരാധിക്കുന്ന നമ്മുടെ കേരളത്തിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാവായ KK ശൈലജ ടീച്ചറെയും അതുപോലെ തന്നെ നമ്മുടെ കേരളത്തിലെയും അതുപോലെ ദക്ഷിണേന്ത്യയിലെയും ഏറ്റവും പ്രധാനപ്പെട്ട നടികളിൽ ഒരാളായ മഞ്ജു വാര്യരെയും പറ്റി പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ നോക്ക്. ഞങ്ങളത് ആവർത്തിക്കുന്നില്ല, കാരണം ആവർത്തിച്ച് നമ്മുടെ നാക്ക് മലീമസമാക്കാൻ നിൽക്കുന്നില്ല. ഇത്രമാത്രം സ്ത്രീവിരുദ്ധമായ നേതൃത്വമാണ് വടകരയിൽ UDF-ന്റെ തെരഞ്ഞെടുപ്പിന് വേണ്ടി അർമാദിച്ച് പ്രവർത്തിച്ചത് എന്ന് നമ്മൾ കാണാൻ കഴിയണം. ഇതൊരു ഒറ്റപ്പെട്ട സംഭവമല്ല. അതുകൊണ്ടാണ് നേരത്തെ പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി മോഹനൻ മാസ്റ്ററും അതുപോലെ CPM-ന്റെ നേതൃത്വവും DYF-യുടെ നേതൃത്വവും എല്ലാം വ്യക്തമാക്കിയത് ഒരു ഖേദപ്രകടനം കൊണ്ട് അവസാനിപ്പിച്ചു പോകാൻ കഴിയുന്ന ഒരൊറ്റപ്പെട്ട കാര്യമായി ഇതിനെ കാണാൻ കഴിയില്ല. ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച് ശൈലജ ടീച്ചർ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപനം നടത്തിയ അന്നു മുതൽ കേരളത്തിനകത്തെ ജനങ്ങളോടായാലും വടകരയിലെ ജനങ്ങളോടായാലും മീഡിയകളോടായാലും എല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് UDF രാഷ്ട്രീയം മറന്നുകൊണ്ടുള്ള തെറ്റായ പ്രചരണം നടത്തുന്നു എന്നുള്ളതാണ്. ഇവിടെ കെ മുരളീധരൻ മാറി ശൈലജ ടീച്ചർ, കെ മുരളീധരനായിരുന്നു അവിടെ MP ആയി നിന്നിരുന്നത്. ശൈലജ ടീച്ചർ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചതോടെ കെ മുരളീധരൻ മാറി. എനിക്ക് ലിജീഷിനോടുള്ള മറു ചോദ്യം നോക്കൂ. നമ്മുടെ മുന്നിൽ MM മണിയുടെ ചില വാക്കുപിഴകളെന്ന് നിങ്ങൾ വ്യാഖ്യാനിച്ചിരിക്കുന്ന പരാമർശങ്ങളുണ്ട്. പെൺപിള്ളை ഉരിമയുമായി ബന്ധപ്പെടുത്തി നടത്തിയ പരാമർശങ്ങളുണ്ട്. മറ്റേ പണി എന്നൊരു പ്രയോഗം MM മണി പ്രയോഗിച്ചിരുന്നു. അതേപോലെ വിജയരാഘവൻ രമ്യ ഹരിദാസിൻ്റെ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടത്തിയ പ്രസംഗമുണ്ട്. ആ പ്രസംഗത്തിൽ പറയുന്നത് പാണക്കാട് തങ്ങളെ കണ്ട് പിന്നെ ഓടിയത് PK കുഞ്ഞാലിക്കുട്ടിയെ കാണാനാണ്. ആ കുട്ടിയുടെ കാര്യം എന്താവുമെന്ന് പറയുന്നില്ല എന്ന് വിജയരാഘവൻ പറയുന്നതിൻ്റെ എന്താണ് അതിൻ്റെ മറ്റൊരർത്ഥം എന്നുള്ളത് എല്ലാവർക്കും ഊഹിച്ചെടുക്കാൻ സാധിക്കും. അപ്പോൾ ഇത്തരം പ്രയോഗങ്ങൾ ഒരുപാട് നടന്നിട്ടുണ്ട്. ആസ്ഥാന വിധവ എന്ന് വിശേഷിപ്പിച്ചത് MM മണിയാണ്. അപ്പോൾ സ്ത്രീവിരുദ്ധമായ പരാമർശങ്ങൾ പറയുന്നതിൽ കക്ഷിഭേദമന്യേ എല്ലാ നേതാക്കളും മത്സരിക്കുന്നു. അത്തരത്തിലൊരു പ്രസ്താവനയായി കണ്ടാൽ പോരെ എന്നതാണ് എൻ്റെ ചോദ്യം. അല്ല, അങ്ങനെ കാണാൻ കഴിയില്ല. ഇന്നലെ അവർ നടത്തിയ പരിപാടി CPM തെറ്റായ പ്രചരണങ്ങൾ നടത്തുന്നു, CPM ഉന്നയിക്കുന്ന കാര്യങ്ങളെല്ലാം തെറ്റായതാണ്, ഞങ്ങളല്ല ഇതെല്ലാം ചെയ്യുന്നത് എന്ന് പറഞ്ഞുകൊണ്ടാണ് പരിപാടി സംഘടിപ്പിച്ചത്. വേദി ഏതാണെന്നുള്ളത് അരുൺകുമാർ മനസ്സിലാക്കണം. അങ്ങനെ വിശദീകരിക്കാൻ വേണ്ടിയാണ് അവർ ആ പരിപാടി തന്നെ സംഘടിപ്പിച്ചത്. ഇനി CPM-ന്റെ നേതൃത്വത്തിലായാലും അതുപോലെ DYF-ന്റെ നേതൃത്വത്തിലായാലും ഇത്തരത്തിലുള്ള എന്തെങ്കിലും പാകപ്പഴകൾ വന്നിട്ടുണ്ടെങ്കിൽ അതെല്ലാം, ഇത്തരത്തിലുള്ള ഒരു പാകപ്പഴയും നമ്മളെ ഭാഗത്തുനിന്ന് വന്നിട്ടില്ല. പക്ഷേ എന്തായാലും നിങ്ങൾ പറയുന്ന ചെറിയ രൂപത്തിലുള്ള എന്തെങ്കിലും സംവിധാനങ്ങൾ വന്നിട്ടുണ്ട്, അതെല്ലാം CPM-ന്റെ നേതൃത്വം തള്ളി പറഞ്ഞിട്ടുള്ളതാണ്. അതിനെയൊന്നും നമ്മൾ ഓൺ ചെയ്തിട്ടേയില്ല. അല്ല, ഞാൻ വരാം. ലിജീഷ് നോക്കൂ, ഈ വിവാദ പരാമർശത്തിലെ 2 വാചകങ്ങൾ ഒഴിവാക്കി നിർത്തിയാൽ ഹരിഹരൻ ബാക്കി പറഞ്ഞതിൽ വസ്തുതയില്ലേ? എന്താണ് ഹരിഹരൻ പറയുന്നത്? CPM-ന്റെ സൈബർ ഗുണ്ടകൾ കരുതിയത് അവർ ചില സംഗതികൾ നടത്തിയാൽ തീരുമെന്നാണ്. ടീച്ചറുടെ ഒരു അശ്ലീല വീഡിയോ ഉണ്ടാക്കി എന്നാണ് പരാതി. അതിനുശേഷമാണ് ഈ പദപ്രയോഗങ്ങൾ വരുന്നത്. എന്ന് പറഞ്ഞാൽ
CPM ഇടതു സൈബർ കേന്ദ്രങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നടത്തിയ പ്രചരണം ആ പ്രചരണം കുപ്രചരണമായിരുന്നുവെന്നും ഉദാഹരണത്തിന് ടീച്ചറുടേത് എന്ന രീതിയിൽ പ്രചരിച്ചിരിക്കുന്ന ഒരു അശ്ലീല വീഡിയോ ഉണ്ട് എന്നൊരു സാങ്കല്പിക കഥ മെനഞ്ഞ് നിങ്ങൾ ആ സാങ്കല്പിക കഥയ്ക്ക് ഒരുപാട് പ്രചാരം നൽകി ആ സാങ്കല്പിക കഥയിൽ കെണിയിൽ വീണുപോയ ചില ലീഗ് പ്രവർത്തകരും ചില കോൺഗ്രസ് പ്രവർത്തകരും ഈ പറയുന്ന ഗ്രാനി സെക്സ് വീഡിയോയ്ക്ക് വേണ്ടി വരുന്ന ആ കമൻറ്റുകൾ മാത്രമെടുത്ത് നിങ്ങൾ പ്രചരിപ്പിക്കാൻ ശ്രമിച്ചു. യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു വിഷയമേ ഇല്ലല്ലോ. ഒരു വിഷയമില്ല എങ്കിൽ അങ്ങനെ ഒരു വിഷയത്തെ നിങ്ങൾ സൃഷ്ടിച്ച് ആ വിഷയം സൃഷ്ടിച്ചതിൻ്റെ പേരിൽ വന്ന കമൻറ്റുകളെ നിങ്ങൾ പർവ്വതീകരിച്ച് കാണിച്ചു എന്നതാണ് ഹരിഹരൻ പറയാൻ ശ്രമിച്ചത്. അങ്ങനെ ഇതിനെ ചുരുക്കിക്കാണുന്നു. ഡോക്ടർ അരുൺകുമാറിനെ പോലുള്ള ഉയർന്ന മാധ്യമപ്രവർത്തകർ ഈ വിഷയത്തെ അങ്ങനെ ചുരുക്കിക്കാണാനേ പാടില്ല. ഞാൻ പറയുന്ന വിഷയം എന്താന്ന് പറഞ്ഞാൽ, ഈ ശൈല ടീച്ചറുടെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചത് മുതൽ വടകരക്കകത്ത് രാഷ്ട്രീയമല്ല ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ പറയട്ടെ, അരുൺകുമാർ ഉൾപ്പെടെ അതിന് ഉദാഹരണമാണ്. നിങ്ങൾ കൊടുത്ത പരാതി ഉൾപ്പെടെ ഇതിന്റെ മുമ്പിലുണ്ട്. തെറ്റായ വർഗീയ പ്രചരണം നടത്തിയ ബന്ധപ്പെട്ട് അരുൺകുമാറിന് ഇവർക്ക് കൃത്യമായ ബോധ്യമില്ലേ? നിങ്ങളുടെ വീഡിയോ അല്ലേ ഇവർ കട്ട് ചെയ്ത് പ്രചരിപ്പിച്ചത്? ഇനി ഞാൻ പറയട്ടെ, ഈ പറയുന്ന മോർഫ് ചെയ്ത ചിത്രങ്ങൾ പ്രചരിപ്പിച്ചു എന്നുള്ളത് ടീച്ചർ പരാതി കൊടുത്തിട്ടുണ്ട്. ടീച്ചർ പത്രസമ്മേളനം നടത്തി പറഞ്ഞിട്ടുണ്ട്. എന്താ അതിലേക്ക് കാര്യങ്ങൾ വന്നത്? ടീച്ചർ തന്നെ പത്രസമ്മേളനം നടത്തി വളരെ വൈകാരികമായി പ്രതികരിച്ചത് എങ്ങനെയാ? അതായത് ഒരു ദിവസം അന്തരീക്ഷത്തിനകത്ത് വരികയാണ്, ടീച്ചറുടെ ഇത്തരത്തിലുള്ള വീഡിയോ കിട്ടാനുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട് UDFന്റെ സൈബർ ഇടങ്ങൾക്കകത്ത് വ്യാപകമായ കമന്റുകൾ വരികയാണ്. വീഡിയോ ഇട്ട് പ്രചരിപ്പിക്കുകയല്ല ചെയ്തത്, കമന്റുകൾ വരികയാണ്. വീഡിയോ കിട്ടാനുണ്ടോ, നിങ്ങൾ കണ്ടോ, നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് പറഞ്ഞ് കേരളം ആരാധിക്കുന്ന ഒരു ടീച്ചറുമായി ബന്ധപ്പെട്ട് ഇവർ പ്രചരണം നടത്തി. അതാണ് വന്നിട്ടുള്ളത്, കമന്റാണ് വന്നത്. മോർഫ് ചെയ്ത വീഡിയോ വന്നു എന്നല്ല നമ്മൾ പറഞ്ഞത്, മോർഫ് ചെയ്ത ചിത്രം വന്നിട്ടുണ്ട്. പക്ഷേ കേരളത്തിനകത്ത് ഇത്തരത്തിലുള്ള കമന്റുകൾ വടകരക്കകത്ത് വ്യാപകമായി ഇവർ ചോദ്യശരങ്ങളായി ഫേസ്ബുക്കിലും അതുപോലെ മറ്റു മേഖലകളിലും നവമാധ്യമങ്ങളും പ്രചരിപ്പിച്ചു. അതുമായി ബന്ധപ്പെട്ടാണ് ടീച്ചർ പത്രസമ്മേളനം നടത്തി പറഞ്ഞത്, ഇത്തരത്തിലുള്ള ഒരു കമന്റുകളും മോർഫ് ചെയ്ത ചിത്രങ്ങളും പ്രചരിപ്പിക്കുന്നു, നിങ്ങളിൽപ്പെട്ട ആരെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ തള്ളിപ്പറയാൻ തയ്യാറുണ്ടോ എന്നല്ലേ ചോദിച്ചത്. ശരി,